പൊളിച്ചു പടം, നല്ല പടമാണ്, അടിപൊളിയാണ്, ഫാമിലി കണ്ടിരിക്കാൻ സൂപ്പറാണ്. ജോബി ജോർജിൻ്റെ പടമാണ്, നന്നായിട്ടുണ്ട്. സുരാജ് കല്യാണമോടും പിന്നെ ജോബി ജോർജാണ് നായകൻ. നന്നായിട്ടുള്ള സിനിമ, നല്ല ഇഷ്ടപ്പെട്ട പടമാണ്, ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ്. കൊള്ളാം, അടിപൊളിയാണ്, സൂപ്പർ. ഫാമിലി കാണാൻ പറ്റിയ അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൊച്ചു കുടുംബകഥ. പല കുടുംബത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒട്ടും അതിഭാവമൊട്ടും അല്ലാതെ വളരെ ശരിക്കും കഥ പറഞ്ഞു പോകും. നമുക്ക് കുടുംബത്തിൽ നടക്കുന്ന പോലെയുള്ള ആ കഥ പറയാൻ ഉപയോഗിച്ച രീതി വളരെ നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി കണ്ട വലിയ ഫീൽ, എന്നാൽ ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു തറവാട്ടിലുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ നല്ലൊരു കിട്ടിയിട്ടുണ്ട്. അത് സിനിമയുടെ സർപ്രൈസുകൾ സ്പോയിലറൊന്നും പറയണ്ട. ഇത് ശരൺ പറഞ്ഞൊരു പുതുമുഖ സംവിധായകന്റെ വിജയമാണ്. ഒരാൾ അത് ഭയങ്കര പ്രൗഡായിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. രാഹുൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അത് എത്രത്തോളം റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എത്രത്തോളം ശരിയാണെന്ന് വിചാരിക്കുന്നു? കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. നമ്മൾ ഈ ആരെയും നമ്മുടെ ലൈഫിലെല്ലാം ടെമ്പററിയാണ്, ഒന്നും പെർമനൻ്റ് ഇല്ല. അപ്പം നമ്മൾ ഒന്നിനോടും അത് കംപ്ലീറ്റ്ലി എന്താ പറയുക, അകമഴിഞ്ഞ് ഒരു 100% എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറച്ച് കഴിയുമ്പം അത് ഇല്ലാണ്ടായി പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളത്, എസ്പെഷ്യലി വിത്ത് റിലേഷൻഷിപ്സ്. അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഒക്കെ അറിയാവുന്നതും അനുഭവം ഉള്ളതുമാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് ജൂൺ 1 മുതൽ മലയാള സിനിമ നിർത്തിവെക്കുക എന്നിട്ടൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് സമരം നടത്തുകയാണ്, എല്ലാ ടെക്നീഷ്യൻസിൻ്റെ വരുമാനം കൂടുതലാണ് എന്നാണ് OTT. എന്തൊക്കെയോ എവിടേക്കോ ഇങ്ങനെ നടക്കുന്നുണ്ട്. ടു മെനി പീപ്പിൾ, ഇറ്റ്സ് എ ബിറ്റ് ഓവർവെൽമിംഗ് ഫോർ മീ. ഇപ്പോൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് പടത്തിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ആൾക്കാരെങ്ങനെ സ്വീകരിക്കും എന്നൊരു പേടി, കൺസേൺ എന്തെങ്കിലും ഉണ്ടോ? ആൾക്കാരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിന് ആൾക്കാർ നമ്മളോട് പേടി ഉണ്ടായിരുന്നോ? ഇല്ല, ഐ ട്രസ്റ്റ് ശരൺ. ചലഞ്ചിങ് ആയിരുന്നോ കാര്യങ്ങൾ? ഇല്ല, ആക്ച്വലി ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ശരണുമായിട്ട് മീറ്റ് ചെയ്ത് ഞങ്ങളെല്ലാ സീൻസും റിഹേഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാരക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും, about my perspective and his perspective, and we have debates and everything, and അങ്ങനെയാണ്.